പാർലമെന്റ് സമ്മേളനം തുടങ്ങിയപ്പോൾ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇത്ര പെട്ടെന്ന് കീഴടങ്ങിയതിൻ്റെ പിന്നിൽ എന്താണ് എന്നുള്ളത് BJP നേതൃത്വത്തിന് തന്നെ പിടികിട്ടിയിട്ടില്ല. പാർലമെന്റ് സമ്മേളനം തുടങ്ങി 1-2 ദിവസം സഭയിൽ കണ്ടതല്ലാതെ പിന്നീട് അങ്ങോട്ട് അമിത്ഷാ വന്നിട്ടില്ല. നമുക്കറിയാം, ഗുജറാത്ത് കലാപവും ദില്ലി കലാപവും ഒക്കെ നടത്തി ആയിരക്കണക്കിന് മനുഷ്യരെ കാണാതാക്കിയ മിടുക്കൊന്നും ഇപ്പോൾ ആരിലും കാണാനില്ല. പെല്ലറ്റ് തോക്കും മാണിയടിച്ച വടിയുമൊക്കെ കൊണ്ട് സമരക്കാരെ തീർത്ത് കളയാമെന്ന് കരുതിയവർ ആകെ പ്രതിരോധത്തിലായിരിക്കുന്നു. ഏത് പ്രതിസന്ധിയിലും തോൽക്കാത്ത നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ട് തകർന്ന് തരിപ്പണമായ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ രാജ്യത്ത് കാണുന്നത്. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ചോദ്യം ചോദിക്കാനും അതിന് മറുപടി നൽകാനുമാണ് പാർലമെന്റിലേക്ക് പ്രതിനിധികളെ അയച്ചിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ടിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത്. അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പോലും കഴിയാതെ ഒളിച്ചിരിക്കുന്ന അമിത്ഷായെയാണ് ഇപ്പോൾ ഈ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. ഒളിച്ചിരിക്കാതെ പുറത്തു വരൂ എന്നും കഴിയില്ല എങ്കിൽ രാജിവെക്കൂ എന്നൊക്കെ ആവശ്യം ഉയർന്നു കഴിഞ്ഞു ഇന്ത്യ രാജ്യത്തിനകത്ത്. അങ്ങനെ ദില്ലിയിലെ പോലീസ് അതിക്രമത്തിൽ അമിത്ഷായുടെ മറുപടിക്കായി കാത്തു നിൽക്കുന്നവർ അത് ലഭിക്കാതെ വരുമ്പോൾ ലോകസഭ തന്നെ സ്തംഭിപ്പിക്കുകയാണ്. സഭയിൽ ബഹളം വയ്ക്കുകയും സഭാ നടപടികൾക്ക് ഇറങ്ങിപ്പോകുകയും ഒക്കെ ചെയ്യുന്ന പ്രതിപക്ഷം കാത്തിരിക്കുന്നത് അമിത്ഷായെയാണ്. വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന അതിക്രമത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് സുപ്രീം കോടതി മേൽനോട്ടത്തിൽ സ്വതന്ത്രമായ ഒരു ഉന്നതതല അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സഭാ നടപടികളോട് സഹകരിക്കണമെങ്കിൽ അമിത്ഷായോട് സഭയിലെത്താൻ പറയൂ എന്ന് പ്രതിപക്ഷം സ്പീക്കറോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു അപൂർവ നിമിഷത്തിലേക്ക് അല്ലെങ്കിൽ അപൂർവ കാഴ്ചയിലേക്ക് ഈ രാജ്യം മാറിയിരിക്കുകയാണ്. സഭയിലെ അജണ്ട തീരുമാനിക്കുന്നത് ചെയറാണെന്ന് സ്പീക്കർ പറഞ്ഞുവെങ്കിലും അമിത്ഷാ പ്രസ്താവന നടത്തണമെന്ന ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കിയിരിക്കുന്നു. സ്പീക്കർക്കൊന്നും പറയാൻ കഴിയാത്തൊരവസ്ഥ. ബഹളത്തെ അവഗണിച്ച് നടപടികൾ തുടർന്ന ചെയർമാനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിപക്ഷം സഭ തന്നെ തടസ്സപ്പെടുത്തിയതോടെ അമിത്ഷായുടെ കഴിവുകേടും നട്ടലില്ലാത്ത നിലപാടും കൊണ്ട് ഈ രാജ്യം സ്തംഭിക്കുകയാണ് എന്നൊരു പ്രതീതി ജനിക്കുകയാണിപ്പോൾ. ഒരു പോലീസ് സേനയും ഒരു കേന്ദ്ര സേനയും വ്യക്തമായ നിർദ്ദേശങ്ങളില്ലാതെ ആർക്ക് നേരെയും ഏത് സമരക്കാർക്ക് നേരെയും ഒരാക്രമണവും നടത്തില്ല എന്നുറപ്പാണ്. എന്നാൽ ഇവിടെ സമരം ചെയ്ത വിദ്യാർത്ഥികളെ കൊന്നു തള്ളാനായിരുന്നു നിർദ്ദേശം എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് വ്യക്തമായ പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ രാഹുൽ ഗാന്ധി ഓരോന്നായി പുറത്തുവിടുകയാണ്. വെടിവെക്കാൻ ഉത്തരവിട്ടത് അമിത്ഷായാണെന്ന സത്യം വിളിച്ചു പറഞ്ഞതിന് പിന്നാലെ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും നേരെ നടന്ന ക്രൂരമർദ്ദനത്തിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ രാഹുൽ ഗാന്ധി സമൂഹ മാധ്യമ പേജിലൂടെ പുറത്തുവിട്ടു. യൂണിഫോം ഇല്ലാത്ത ആളുകൾ വിദ്യാർത്ഥികളെ തല്ലിച്ചതക്കുന്നതിൻ്റെയും നിലത്തേക്കിടുന്നതിൻ്റെയും ദൃശ്യങ്ങളാണ് പരസ്യമാക്കിയത്. കണ്ണീർ വാതകം പ്രയോഗിച്ച് പ്രതിഷേധക്കാരെ തുരത്തിയോടിച്ചു എന്ന സർക്കാർ വാദത്തെ ചോദ്യം ചെയ്യുന്നതാണ് ഈ ദൃശ്യങ്ങളെല്ലാം. സത്യം പറഞ്ഞാൽ സാധാരണ അമിത്ഷായുടെ ചരിത്രമെടുത്തു നോക്കിയാൽ ഗുജറാത്ത് കലാപത്തിനും ദില്ലി കലാപത്തിനുമൊക്കെ ഉപയോഗിച്ച തന്ത്രങ്ങൾ ഇല്ലെങ്കിലും അതേ രീതിയിൽ ഇല്ലായ്മ ചെയ്യാനായിരുന്നു നീക്കമെന്ന് വളരെ വ്യക്തമാകുകയാണ്. തൻ്റെ മുൻ പദ്ധതികളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ തോറ്റ ചരിത്രമില്ലാത്ത തനിക്ക് പരാജയം സമ്മതിക്കേണ്ടി വന്നു എന്ന ഒരു സംഭവമായതിനാൽ നാണക്കേട് കൊണ്ട് മനഃപൂർവ്വം മാറി നിൽക്കുകയാണ് അമിത്ഷാ എന്നാണ് അറിയുന്നത്. ഏതായാലും ഇരുട്ടത്ത് നിന്ന് ഓട്ടയടക്കാം എന്നുള്ളത് അമിത്ഷായുടെ വെറും പൊട്ടത്തരം മാത്രമാണ്. ജനാധിപത്യ രാജ്യമാണ്. ജനങ്ങൾ ഉത്തരം നൽകുക തന്നെ ചെയ്യും.